ഇനി ആ ഹദീസ് എന്ന് മുട്ടുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, സനദ് കഴിഞ്ഞാൽ പിന്നെയുള്ള പാർട്ട് മത്തനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു സനദ് എന്താ മത്തൻ എന്താ പറഞ്ഞു. സനദ് എന്ന് പറഞ്ഞാൽ അവലംബം എന്നാണ് നേരെ വാക്കർത്ഥം. സനദ് എന്ന വാക്കിന് നേരെ അർത്ഥം അവലംബം, അഥവാ നബിതങ്ങൾ പറഞ്ഞുവെന്നതിന് നമുക്കുള്ള അവലംബം. നബി പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കിട്ടി, ഇതാ ഈ പരമ്പര അവലംബിച്ചുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിന് സനദ് എന്ന് ഉപയോഗിക്കുന്നത്. ആ സനദ് ഏതിലേക്ക് ചെന്നെത്തുന്നുവോ അതിനാണ് മത്തന് എന്ന് പറയുക. അതിന് ടെക്സ്റ്റ്, അതാണ് അതിൻ്റെ മത്തന്. അപ്പം ഈ സനദ് മത്തനിലേക്ക് എത്തും. മത്തന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്ത അല്ലെങ്കിൽ തടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഒരു മരത്തിൻ്റെ മത്തന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആ ഒരു സത്ത തടിക്കാണ് മത്തന് പറയുക. ഉള്ളടക്കം എന്ന് നയിക്കുന്ന അർത്ഥമില്ല, ഈ ഒരു ആശയത്തിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പം സനദ് ഏതിലേക്ക് ചെന്നെത്തുന്നുവോ അതാണ് മത്തന്. മത്തനിലേക്ക് എത്തിക്കുന്നത് എന്തോ അതാണ് സനദ്. ഒരു ഹദീസിൽ രണ്ട് ഭാഗം ഉണ്ടാവും, സനദും ഉണ്ടാകും മത്തനും ഉണ്ടാകും. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വഹീഹും ദഈഫും വേർതിരിയ പ്രധാനമായും സനദുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. എന്നാൽ ചിലപ്പോൾ മത്തനെ കൂടി പരിഗണിക്കാറുണ്ട് ഹദീസിൻ്റെ സ്വീകാര്യതയിൽ. ചിലപ്പോൾ സനദ് സ്വഹീഹായിരിക്കും, പക്ഷെ ആ സംഭവം സ്വഹീഹാകണം എന്നില്ല. ചില കാരണങ്ങൾ ഒരു പക്ഷേ വ്യക്തമായി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യത്തിന് നേരെ വിരുദ്ധമായി ഒരു റിപ്പോർട്ട് കണ്ടു. നല്ല സ്വീകാര്യയോഗ്യമായ സനദ് അതിന് ഉണ്ട് താനോ. അപ്പോൾ അത് അങ്ങനെ ഒരു വൈരുദ്ധ്യം ഏതായാലും പ്രമാണത്തിലുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് മനസ്സിലാക്കാം, എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ സംഭവം ഉണ്ടോ വെച്ചാൽ ഇല്ല, പക്ഷെ ഒരു സാധ്യത മാത്രം പണ്ഡിതന്മാർ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മത്തന് എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകുമ്പോൾ ചില ഹദീസിനെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും ഇസ്നാദുഹു സ്വഹീഹുൻ എന്ന് പറയും, സനദ് സ്വഹീഹാകുന്നു എന്ന് പറയും. അതിന് രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ പറയുക. ഒന്നുകിൽ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയും, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ, ഈ ഹദീസ് ഇത് സ്വഹീഹായ ഹദീസാകും. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മത്തനിലോ സനദിലോ എവിടെയും ഒരു പ്രശ്നവുമില്ല, ഇത് സർവ്വസ്വീകാര്യമാണ് എന്ന അർത്ഥത്തിലാണ് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയുക. എന്നാൽ ചില സ്ഥലത്ത് പണ്ഡിതന്മാർ ഇസ്നാദുഹു സ്വഹീഹുൻ എന്ന് പറയും, ഇതിനെ പരമ്പര സ്വഹീഹാകുന്നു. ഈ ഹദീസ് സ്വഹീഹാകുന്നു എന്ന് പറയാതെ ഇതിനെ പരമ്പര സ്വഹീഹാകുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് എന്ത് മനസ്സിലാക്കാം? ഇസ്നാദുഹു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മത്നിൽ ഒരു പക്ഷേ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. ഹദീസ് സ്വഹീഹാണ് എന്ന് പറയാതെ ഇതിനെ പരമ്പര സ്വഹീഹാകുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഒരു പരിശോധനയ്ക്ക് കൂടി എന്തോ ഒന്നവിടെ ഉണ്ട് എന്നതിലേക്കുള്ള സൂചനയായിട്ടാണ് ആ രംഗത്ത് പിന്നെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, അല്ലാത്തതല്ല, ഹദീസ് രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുമ്പോൾ ഈ രണ്ട് പ്രയോഗത്തിനും വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ വയതാർമ്മ പറഞ്ഞതിനെ പറ്റിയല്ല പറയണത്. ഹദീസ് രംഗത്ത് അഗ്രഗണ്യരായ ഇമാം ബുഖാരിയെ പോലെ ഇമാം മുസ്ലിമിനെ പോലെ അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ പ്രയോഗിക്കുമ്പോൾ ഹദീസും സ്വഹീഹുൻ എന്ന് പറയുന്നതും ഇസ്നാദുഹു സ്വഹീഹ് എന്ന് പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പം ഇതിൽ ഒരു സൂചനയുണ്ട്, അതിന് മത്നിൽ എന്തോ ഒന്നുകൂടി ചെറിയ ചില സംശയങ്ങളുണ്ട് എന്ന സൂചന അതിലുണ്ട് എന്ന് വരും.